श्री राधा माधव अष्टसखी वृंद की इस डिवाइन ग्रेस अवे चरणारविंद भक्ति स्वामी श्लोकाद की हरिनाम संकीर्तन की नद्वैविधो स्वार्थगतिं की विष्णु दुराश्रयाये बहिरक्तमानिना नंधा यथेन्द्रेहि उपनीयमानस ते अभि सदंद्रयं उरुधानि भक्ता नदैविदुः स्वार्थगतिं की विष्णु സ്വാർത്ഥഗതി തൻ്റെ ജീവിതത്തിൽ തന്നെ കേന്ദ്രമാക്കിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് സ്വാർത്ഥഗതി എന്ന് പറയുന്നത്. അവർക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തി സേവനം സാധ്യമല്ല. ദുരാശയായെ ബഹിരർത്ഥമാനിനഃ. ദുരാശയ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് ആംബിഷ്യസ് എന്ന് വെച്ചാൽ ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങൾ ഭൗതിക ലോകത്തിൽ അത് നേടണം ഇത് നേടണം, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ദുരാശയ. ഏ ബഹിരർത്ഥമാനിനഃ. അവർക്ക് ഈ ഭൗതിക ആസ്വാദനമാണ് അർത്ഥമാനി എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ജീവിതത്തിലെ മൂല്യം, അവരുടെ ജീവിത ലക്ഷ്യം അതാണ്. അന്ധ യഥാന്തൈഹി ഉപനീയമാനസ്. അന്ധന്മാരാൽ വഴി നടത്തപ്പെടുന്ന ഒരു അന്ധൻ ഉറപ്പായിട്ടും കുഴിയിൽ പോകും. കാരണം മുന്നിൽ എന്താണെന്ന് ആർക്കും അറിയില്ല, നേതാക്കൾക്കും അറിയില്ല, അനുയായികൾക്കും അറിയില്ല. അതുകൊണ്ട് വഴി നടത്തുന്നവരും വഴി നടത്തപ്പെടുന്നവരും രണ്ടുപേരും കുഴിയിൽ വീഴുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിലുള്ള ബദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, ജനന മരണ ചക്രത്തിൽ അവർ വീണ്ടും വീഴുന്നു. അവർക്ക് പുനർജന്മം ഉറപ്പാണ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് എന്താണ്? ശരീരം ശരീരം ശരീരം. ഇത് എവിടെ കേട്ട ഓർമ്മയുണ്ട്? കോടതിയിൽ ഓർഡർ 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 കേട്ടിട്ടുണ്ടോ? ശരീരം ശരീരം ശരീരം. ദിസ് എ ഫസ്റ്റ് പനിഷ്മെന്റ് ഫോർ ദ ജീവാത്മ. ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ നിയമാധിപൻ 3 തവണ പറയും എന്ത് ശിക്ഷയാണ്. അതേപോലെ ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ഭഗവാന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതും, എന്തോ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റിന്റെ ശിക്ഷയാണ് ഈ ശരീരം. ദ ഫസ്റ്റ് പനിഷ്മെന്റ് ഈസ് ബോഡി. നമുക്ക് കിട്ടിയ ആദ്യത്തെ ശിക്ഷ, ജീവാത്മാവിന് കിട്ടിയ ആദ്യത്തെ ശിക്ഷ. എന്തോ ഒരു അനർത്ഥത്തിന് കിട്ടിയതാണ് ഈ ശിക്ഷ. അനർത്ഥം പറഞ്ഞാൽ എന്താ? അനർത്ഥം എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. അർത്ഥം പറഞ്ഞാൽ ചെയ്യേണ്ടത്, അനഹർത്ഥം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. എന്തായിരുന്നു നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്? ഭഗവാനെ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ആസ്വദിക്കുക എന്നുള്ള ഒരു ചിന്ത. ഇതിപ്പോൾ എത്ര വലിയ തെറ്റാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ആ ഒരു തെറ്റാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനന്തര ദുഃഖഫലങ്ങൾക്ക് കാരണമായത്. അതുകൊണ്ടാണ് ഭഗവാൻ അതിന് ശിക്ഷ തന്നത്. ഭഗവാന് വേണ്ടിയിട്ടല്ല ശിക്ഷ തന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അനർത്ഥമായിരുന്നു ഫാൾസ് ഈഗോ, മിഥ്യ അഭിമാനം, മിഥ്യാഹങ്കാരം. അതിനെ അഹങ്കാരം തന്നെ പറയണം. കാരണം മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഹങ്കാരമുണ്ട്. എന്താണ് അഹങ്കാരം? ഞാനെന്ന ബോധം. ഈ ഞാനെന്ന ബോധം എന്താണ്? ശരിക്കും ഞാനെന്ന ബോധം എന്തായിരിക്കണം? ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ നിത്യദാസനാണ്. ഇതാണ് അഹങ്കാരം, ഒറിജിനൽ അഹങ്കാരം. അഹങ്കാരം, ഞാനെന്ന ബോധം. നമ്മൾ ഒറിജിനലി അങ്ങനെയാണ്, ഭഗവാന്റെ
നിത്യദാസന്മാർ. ജീവേര സ്വരൂപാഹോയ് കൃഷ്ണേര നിത്യദാസ്. നമ്മൾ നിത്യദാസന്മാരായതുകൊണ്ട് അതാണ് നമ്മുടെ അഹങ്കാരം. അത് നല്ലതാ, അതാണ് അഹങ്കാരം. പക്ഷെ നിത്യ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ ഒരു അഹങ്കാരം. എന്താണ്? ഞാൻ ഭോഗിയാണ് എന്നുള്ള തെറ്റായ മനോഭാവം. അതായിരുന്നു നിത്യ അഹങ്കാരം. അപ്പൊ അഹങ്കാരവും നിത്യാഹങ്കാരം. എന്നാണോ അഹങ്കാരം നിത്യാഹങ്കാരമായിട്ട് മാറിയത്, ആ നിമിഷമാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടത്. ഇതൊരു ശിക്ഷയാണ്. ഈ തടവിൽ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെ ആദ്യം കയ്യിൽ വിലങ്ങ് തടിയിടും. കണ്ടിട്ടുണ്ടോ? എന്തിനാ കയ്യിൽ വിലങ്ങ് തടിയിടുന്നത്? കയ്യിൽ വിലങ്ങ് തടിയിടുന്നത് വേഗത്തിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറകില് കൈ രണ്ടും ആക്കിയിട്ട് വിലങ്ങ് തടി. കാരണം വെച്ചാൽ നമുക്ക് കൈ വീശി ഓടുന്ന സ്പീഡൊന്നും എന്തുണ്ടാവില്ല, കൈ പുറകില് കെട്ടിയിരിക്കുമ്പോൾ ഓടാൻ പറ്റില്ല. ഓടും. ഇപ്പൊ നമ്മൾ ഓടുന്നില്ലേ? ഈ ഓട്ടം തന്നെയാണ്. ഈ ഓട്ടാണ് ആ ഓട്ടം. ശരീരത്തിൽ പിടിച്ച് കെട്ടിയപ്പോ പുറകില് കൈ കെട്ടി വിലങ്ങ് തടിയിട്ട പോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എല്ലാത്തിനും സ്പീഡ് കുറഞ്ഞു. ഒറിജിനൽ നമ്മുടെ സ്പീഡ് എന്താണ്? മനോവേഗത്തിൽ ബ്രഹ്മാണ്ടം സഞ്ചരിക്കുന്ന വേഗതയാണ് നമുക്കുള്ളത്. പക്ഷെ ഇപ്പോ പാലക്കാട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിൽ പോകണമെങ്കിൽ 2 വീലർ വേണം, നടക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വേഗത കുറഞ്ഞു പോയി. കാരണം എന്താ? വിലങ്ങ് തടി നമ്മുടെ കയ്യിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. വി ആർ അറസ്റ്റഡ് ബൈ മായ. മായാദേവി നമ്മൾ അറസ്റ്റ് ചെയ്തു, കയ്യില് വിലങ്ങ് തടിയിട്ടു. പിന്നെ നമ്മളായിട്ട് ഇതിനൊരു കാൽ കെട്ടിടും. ഏതാണ്? അതടുത്ത ശ്ലോകത്തിൽ കൈക്കെട്ട് മായയിടും, കാൽക്കെട്ട് നമ്മളെ ഇടും. അതെന്താന്ന് അടുത്ത് പറയാം. ആ കാൽക്കെട്ടാണ് 7:5. പ്രഹ്ലാദൻ പറയുന്നത് സത്സാധുമന്യേ സുരവര്യദേഹിനാം സത് സംവിഘ്നധിയ അസത്ഗ്രഹാത് ഹിത്വാത്മപാദം ഗ്രഹം അന്ധകൂപം. ഗ്രഹം എന്ന് പറയുന്നതാണ് കാൽക്കെട്ട്. ഗ്രഹം പറഞ്ഞാൽ എന്താ? കല്യാണം, വിവാഹമാണ് കാൽക്കെട്ട്. തമിഴ്നാട്ടിലെ ആൾക്കാർ പറയും അല്ലെ, വിദ്യാമത്തെ അവനൊക്കെ ഒരു കാൽക്കെട്ട് പോട്ടെന്നും പറയും. കാരണം അവൻ ഒരുപാട് ഓടുന്നുണ്ട്. അച്ഛൻ അമ്മയും പറയും അവനിപ്പോൾ ഒരുപാട് സർക്യൂട്ട് അടിക്കുന്നുണ്ട്, അവനൊന്ന് കാൽക്കെട്ടിട്ട നമുക്കൊന്ന് സ്വസ്ഥത പറയും. കാരണം വരുന്ന ആള് കാലിൽ കെട്ടിപ്പിടിച്ചോളും, പിന്നെ അനങ്ങാൻ സമ്മതിക്കില്ല. അതൊരു ബന്ധനം തന്നെയാണ്. അപ്പൊ ചില ആൾക്കാര് വിവാഹത്തിന് മുമ്പൊക്കെ ടൗണ് കറങ്ങിയിട്ട് രാത്രി 10 മണിക്ക് പോകും. വിവാഹം കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിക്ക് എത്തും. കാരണം ചോദിക്കാൻ ആളുണ്ട്. ശരിക്കും മുറുക്കി പിടിക്കുക. അവര് അനങ്ങാൻ സമ്മതിക്കില്ല. 50 വയസ്സിന് മേലെ അത് പാടില്ല എന്നാണ്. പക്ഷെ 50 വയസ്സിന് ശേഷം ആൾക്കാർ കൃത്യസമയത്ത് ഭാര്യ വീട്ടിലുണ്ടാവും പറഞ്ഞ് പോകും. കാരണം എന്താ? തന്നെ സ്വയം കെട്ടുകയാണ് അവർ. വാനപ്രസ്ഥം പോകേണ്ട പ്രായത്തിൽ അവരെന്ത് ചെയ്യും? ഭാര്യ, വീട്, മക്കള്, അവരുടെ പേരമക്കളുടെ കാര്യം, വീട്ടിൽ മരാമത്ത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് ഭഗവാനെ സേവിക്കേണ്ട സമയം മുഴുവൻ ആരെ സേവിക്കും? ഭാര്യയും മക്കളെയും കുട്ടികളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും വീടിന് ഉത്തരത്തിനെയും ഒക്കെ സേവിക്കും. ഭഗവാൻ സേവനം മാത്രം അവർക്ക് നിയമങ്ങളാണ്. സോ ഭഗവാൻ പറയുന്നത് 50 വയസ്സ് പഞ്ചാസൂത്രം വനം പ്രജയത്. 50 വയസ്സിന് ശേഷം നമ്മൾ സ്വയം നമ്മളെ വിടുതൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. പ്രത്യേകിച്ചും പുരുഷന്മാർ. കാരണം ഉത്തരവാദികളായതുകൊണ്ട്, വാനപ്രസ്ഥം എടുക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് അവർ പ്ലാൻ ചെയ്യണം അവന്റെ ജീവിതം 50 വയസ്സ് വരെ എങ്ങനെയായിരിക്കണം, 50 വയസ്സിന് ശേഷം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? പുരുഷന്മാർക്കുണ്ട്. പക്ഷെ അവരും ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഈ ബന്ധപ്പാടുകളിൽ തന്നെ വീണ്ടും തന്നെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കും. വനം ഗതോയം ധര്യം ആശ്രയത്. വനം എന്ന് വെച്ചാൽ ഈ വാനപ്രസ്ഥം പോകണം. ഏത് വയസ്സില്? 50 വയസ്സില്. എന്തിനാണ്? ഭഗവാനെ ആശ്രയിക്കാൻ.
പക്ഷെ പ്രഭുപാദ് പറഞ്ഞു വനത്തിൽ ഇപ്പൊ ഒന്നും പോകണ്ട, വനത്തിലൊന്നും മൃഗങ്ങളില്ല, എല്ലാം വീട്ടിൽ തന്നെയാണ്. ഭാര്യ എന്ന പേരിൽ, മക്കളെന്ന പേരിൽ വീട്ടിൽ തന്നെ ഉണ്ടവര്. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ജപിക്കുക, തപസ്സനുഷ്ഠിക്കുക. വനത്തിൽ പോയി അങ്ങനെ രക്ഷപ്പെടണ്ടാന്ന് ചുരുക്കം. വീട്ടിൽ തന്നെ കഷ്ടപ്പെടുക. വന്യജീവികള് നാട്ടിൽ നിന്നുള്ള കാട്ടിലുള്ള ജീവികളിൽ ഇപ്പോ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു സ്വഭാവം മൃഗത്തിന്റെ സ്വഭാവം തന്നെയാണ്. കാരണം ഭഗവാന്റെ അടുത്ത് അടുക്കാനൊന്നും സമ്മതിക്കില്ല ഇവരാരും. സമ്മതിക്കും? ആരും സമ്മതിക്കില്ല. ഒരു വ്യക്തി ഈ ഭൂമിയില് ഭഗവാനോട് അടുക്കാൻ നിങ്ങളെ സമ്മതിക്കേയില്ല. അത്ര മാന്യതൊന്നും അവർക്കില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മളെ ഉപയോഗിക്കും. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? അതന്നെ സംഭവിക്കുക. അപ്പൊ നിങ്ങൾ സ്വയം ഓടിപ്പോണം എവിടെ? ഭഗവാനെ തേടി ഓടിപ്പോയി ഭഗവാൻ. അപ്പോ ഈ വിരക്തി എന്ന് പറയുന്നത് ഈ ഭൂമി നമുക്ക് തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഈ പ്രഹ്ലാദൻ പറയുന്നത്. 7.5 ഇത് വീട്ടിൽ പോയി വായിച്ചു നോക്കും. പ്രഭുപാദന്റെ പത്രത്തിൽ വളരെ നല്ല പത്രമാണ്. അപ്പൊ ഇതാണ് കാൽക്കെട്ട്. കൈക്കെട്ട് ആദ്യം മായാദേവി നമ്മളെ ഈ ശരീരം തന്നു, പിന്നെ നമ്മൾ സ്വയം ബന്ധിച്ചു. എന്തുകൊണ്ടാണ്? സ്വാർത്ഥഗതി. ഈ സ്വാർത്ഥഗതിയാണ് നമ്മൾ വീണ്ടും കയ്യും കാലും കെട്ടിയിടുന്നത്. കാരണം നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നിറവേറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പറ്റില്ല. നമ്മുടെ സുഖഭോഗങ്ങളൊന്നും നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ ഒരാളുടെ സഹായം വേണം. അപ്പോൾ മറ്റവരെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കും. അതാണ് ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭൗതിക ലോകത്ത് എല്ലാവരും ഭൗതിക ആഗ്രഹമുള്ളവരായതുകൊണ്ട് ഭൗതിക ആഗ്രഹമുള്ളവർ എന്താ പറയുന്നത്? അന്ധൻ, കണ്ണു കാണാത്ത. ഭൗതിക ആഗ്രഹമുള്ളവനെ ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? ഭാഗവതം അന്ധൻ, കണ്ണ് കാണാത്തവൻ. കാരണം കണ്ണ് കാണുക എന്ന് പറഞ്ഞാൽ ജ്ഞാനക്കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. കണ്ണ് കാണുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. ജ്ഞാനക്കണ്ണ് നമുക്ക് തുറന്നിട്ടില്ല. ഭൗതികവാദികൾക്ക് ആഹാര, നിദ്ര, ഭയമൈഥുനം, ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യും. അവർക്കത് എല്ലാം കിട്ടണം. ഈ 4 കാര്യം അവർക്ക് വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മടിക്കില്ല. അതാണ് ഈ അന്ധ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെയുള്ള അന്ധൻ നയിക്കുന്ന മറ്റു അന്ധന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അവനോ അന്ധൻ, കണ്ണ് കാണാത്തവൻ. ആ കണ്ണ് കാണാത്തവൻ ഇനിയും കണ്ണ് കാണാത്ത ഭൗതിക ആഗ്രഹമുള്ള മറ്റവരെയാണ് നയിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവർ എവിടേക്ക് പോകും? കുഴിയിൽ ചെന്ന് വീഴും, ബദ്ധന്മാരായി തീരും. അതിന്റെ അർത്ഥം ആരും മുക്തിനെ വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല, മുക്തിക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഗ്രഹം എന്ന് പറയുന്ന എന്താണ്? പ്രഹ്ലാദൻ പറയുന്നു, വീട് ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള് ഇതൊക്കെ ജീവിക്കുന്ന ആ ഒരു കുടുംബം. അവിടെ കൃഷ്ണൻ ഇല്ലാത്തത് കൊണ്ട് ആ വീട്ടിൽ ആരില്ല? ഭഗവാനില്ല, ഭക്തിയില്ല, നാമജപമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരെ ചൂഷണം ചെയ്യാണ്. മക്കൾ അച്ഛന്, അച്ഛൻ മക്കളെ, അമ്മ മക്കളെ, ഇങ്ങനെ എല്ലാ ബന്ധങ്ങളും ചൂഷണത്തിന്റെ പുറത്താണ്. ഇത് കുറച്ച് കട്ടിയായ വാക്കാണ്. കാരണം എന്താണ്? നഗ്ന സത്യം ചിലപ്പോ മൂർച്ചയുള്ള കത്തി പോലെയാണ്. അത് മനസ്സിലാക്കാനുള്ള സൽബുദ്ധി ആർക്ക് വേണം? സാധുക്കൾക്ക് വേണം, ഭക്തന്മാർക്ക് വേണം. അപ്പൊ അങ്ങനെ ഈ ചൂഷണം ചെയ്യലാണ് ഇവിടുത്തെ ഗെയിം. വാട്ട്സ് എ ഗെയിം ഓഫ് ലൈഫ്? എക്സ്പ്ലോയിറ്റേഷൻ. പ്രഭുപാദ് പറയുന്നു, ഈ ഭൂമിന്റെ ഒരു മത്സരമുണ്ട്. ഇറ്റ്സ് എ ഗെയിമാണ്. എന്ത് ഗെയിമാണ്? എക്സ്പ്ലോയിറ്റേഷൻ. എനിക്ക് എൻ്റെ ആവശ്യത്തിന് മറ്റെല്ലാവരും എങ്ങനെ ഞാൻ ഉപയോഗിക്കാം, ഇതാണ് എൻ്റെ പദ്ധതി. നമ്മൾ ഓരോരുത്തരുടെയും പദ്ധതി അതാണ്. ഒരാളും മോശമില്ല, ഈ പദ്ധതിയിൽ ഒരാൾ മോശമില്ല. പിന്നെ ചില ആൾക്കാർക്ക് നിവൃത്തികേട് കൊണ്ട് നിന്ന് കൊടുക്കേണ്ടി വരും. അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കും, പക്ഷെ അവർക്ക് സാഹചര്യം കിട്ടാത്തതുകൊണ്ട് അവർ മറ്റവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കും. അത്രയേ ഉള്ളൂ. അതാണ് പ്രഭുപാദ് പറഞ്ഞത്, ദ ഹോൾ വേൾഡ് ഈസ് ഓൺലി ചീറ്റേഴ്സ് ആൻഡ് ചീറ്റേഴ്സ്. ഒന്നിൽ കബളിപ്പിക്കും, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടും. ഈ 2 കൂട്ടർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ, വേറെ ആരുമില്ല. നിങ്ങൾ വേറെ മൂന്നാമതൊരു കൂട്ടുണ്ടോ? ഈ 3-ാം തരത്തിൽ ആൾക്കാർ നോക്കണ്ട. ഓൺലി ദിസ്. ഒന്നുകിൽ നമ്മൾ മറ്റവരെ ചൂഷണം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മറ്റവരാൽ ചൂഷണം ചെയ്യപ്പെടും. ദാറ്റ്സ് ഓൾ.
അതിനേക്കാളും ഭംഗിയായിട്ട് നമ്മൾ തന്നെ നമ്മളെ ചൂഷണം ചെയ്യും. ദ സെൻസസ് ആർ എക്സ്പ്ലോയിറ്റിംഗ് യു. നമ്മുടെ ഇന്ദ്രിയം തന്നെ നമ്മൾ ചൂഷണം ചെയ്യും, അല്ലേ? ഇന്ദ്രിയം, നമ്മുടെ ഇന്ദ്രിയം ഓരോ കാര്യം ചോദിക്കുമ്പോൾ കൊടുക്കണം. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. വീട്ടുകാർ, അപ്പൊ നമ്മുടെ ഇന്ദ്രിയം, അതാണ് ആധ്യാത്മിക ക്ലേശം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നമ്മൾ പുലർത്താൻ വേണ്ടി ഇന്ദ്രിയങ്ങൾ ആവശ്യപ്പെടുന്നൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ സുഖം വരിക. പിന്നെ അതുപോലെ ബന്ധുക്കള്, വീട്ടിലുള്ളവർക്ക് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം പോകും. അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഭക്തി യോഗത്തിന് അവിടെ സമയമില്ല. എവിടെയാ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്? നമുക്ക് സമയം ആകെ 24 മണിക്കൂറേ ഉള്ളൂ. അതില് 8 മണിക്കൂർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു, 8 മണിക്കൂർ ഉറങ്ങി തീർത്ത് ബാക്കിയുള്ള 8 മണിക്കൂർ എങ്ങനെ ചെലവാക്കുന്ന ആർക്കും അറിയില്ല. 16 മണിക്കൂർ ഭഗവാൻ പറഞ്ഞു മൈനസ് 24 മണിക്കൂർ. 16 മണിക്കൂർ നീ എന്തോ ചെയ്ത് തൊലയ്ക്ക്, അതൊന്നും ഞാൻ ചോദിച്ചു വരില്ല. പക്ഷെ 8 മണിക്കൂർ ബാക്കിയുണ്ടല്ലോ, അതിൽ നീ എന്ത് ചെയ്യണം? അത് മാത്രമാണ് ഇനി നമ്മൾ കണക്കാക്കി നോക്കുന്നത്. അതിൽ നീ ഭക്തനായി ജീവിക്കണം. 8 മണിക്കൂർ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? 8 മണിക്കൂർ ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? പക്ഷെ 8 മണിക്കൂർ ബാക്കിയുള്ള 3 8 24 അല്ലേ? 3 8 24. അതിൽ ഈ 8 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അത് ഭക്തി. ആ 8 മണിക്കൂർ ഭക്തരായിരിക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായി ഏകദേശം ഒരു ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ജോലിക്ക് പോകണം, കിടന്നുറങ്ങണം. ഈ 16 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി 8 മണിക്കൂർ എങ്ങനെ നമുക്ക് ചെലവാക്കണം? അത് ആധ്യാത്മികമായിരിക്കണം. ഭൗതിക ഇടയ്ക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം ആ 8 മണിക്കൂർ കൂടുതലും ആത്മീകമായിരിക്കണം. എന്നാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഭഗവാന്റെ സഹായം കിട്ടും. അവരെ ഭഗവാൻ രക്ഷിക്കും. കാരണം അവൻ ആത്മാർത്ഥമായിട്ട് 8 മണിക്കൂർ ശ്രമിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ അതിന് പരാജയപ്പെട്ടു പോയാലും, ഏതില് ആ 8 മണിക്കൂർ കൃഷ്ണാബോധമാവാൻ ശ്രമിച്ച് അതിലൊരു പരാജയം സംഭവിച്ചാൽ പോലും ഭഗവാൻ രക്ഷിക്കും. പക്ഷെ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ 8 മണിക്കൂർ നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് നമ്മുടെ ഈ സത്സംഗത്തിൽ വന്ന് നമ്മൾ പഠിക്കേണ്ട ആ ഒരു പാഠം. ആ 8 മണിക്കൂർ എങ്ങനെ ചെലവാക്കണം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയില്ല നമ്മൾ എന്ത് ചെയ്യണം? 8 മണിക്കൂർ 8 + 8 + 8. അപ്പൊ ഗ്രഹം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് ഒരു നല്ല സെറ്റപ്പാണ്. വർണ്ണാശ്രമ ധർമ്മത്തില് കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ബേസിക് യൂണിറ്റ് വന്ന് നല്ലതാണ്. എന്തിനാണ്? ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനമല്ലേ. ആ സംവിധാനം വളരെ നല്ലതാണ്. എന്തിനാണ്? ആത്മീയമായിട്ട് പോവാൻ ഒരു ആവശ്യമുള്ള ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിനെ നശിപ്പിച്ച് കൈത്തരുന്ന ഏതാണ്? ഇതിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് നല്ല ഒരു എന്താ പറയുക, ഈ പറയുന്ന ബ്രഹ്മചാര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസില് ഈ ഗൃഹസ്ഥ എന്ന് പറയുന്ന ആ ഒരു ഗ്രഹമുണ്ടല്ലോ, അത് വളരെ നല്ലൊരു സംവിധാനമാണ്, ഒരു സെറ്റപ്പാണ്. എന്തിനാണ് അത്? ആത്മീയമായിട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സംവിധാനമാണ്. കാരണം അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ കൃഷ്ണാബോധത്തിൽ പഠിക്കേണ്ടത്. ഒരു കുടുംബത്തിൽ ഒരു വീട് എങ്ങനെ ഒരു അമ്പലമാക്കി തീർക്കാം. മേക്ക് യുവർ ഹൗസ് ആസ് എ ടെമ്പിൾ. നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമാക്കി തീർക്കണം എന്നൊരു പദ്ധതിയാണ് പ്രഭുപാദ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു കണ്ടീഷൻ, ഒരു നിർബന്ധം. അത് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പോൾ ഗ്രഹം അന്ധകൂപമാണ്. പ്രഹ്ലാദൻ പറയുന്നു അത് പൊട്ടക്കിണറാണ്. അതില് എന്താ പൊട്ടക്കിണറ്? മഹാഭാരതത്തില് ഒരു വ്യക്തിനെ ആന വരട്ടി പോവാണ്. മഹാഭാരതത്തിൽ പറഞ്ഞ കഥയാണ്. ഈ വ്യക്തി എങ്ങനെയോ ഓടി രക്ഷപ്പെട്ട് ഒരു മരത്തിൽ കയറി. ആ മരത്തിൽ കയറി അവിടെ നിന്ന് അയാള് ആ ആന ഇങ്ങനെ പുറകില് വന്നിട്ട് ഇയാള് വരട്ടി. ഇയാൾ മരത്തിൽ കയറി അയാൾ ഇരിക്കുമ്പോ ആ മരത്തിനെ പിടിച്ച് എടുക്കുകയാണ്. അപ്പൊ അയാളെന്ത് താഴെ വീഴാൻ പോകുമ്പോ കൊമ്പിനെ പിടിച്ച് തൂങ്ങാം. ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? കൊമ്പിനെ പിടിച്ച് തൂങ്ങാണ്. ആ കൊമ്പിനെ പിടിച്ച് തൂങ്ങുന്ന സമയത്ത് അവിടെ ആ മരത്തില് എന്താ പറയാ,
കറുത്തതും വെളുത്തതുമായിട്ടുള്ള രണ്ട് എലികള് ഇയാൾ തൂങ്ങുന്ന ആ മരക്കൊമ്പിനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരക്കൊമ്പിനെ കടിച്ചുകൊണ്ടിരിക്കുക. ഇനി അയാൾ താഴെ നോക്കണം. ഒന്ന് താഴെ വീണിട്ട് ഓടിപ്പോയാലോ നോക്കുമ്പോ അതൊരു കിണറിന്റെ മുകളിലാണ് ആ മരം. അയാൾ നോക്കുക, താഴെ ഒന്ന് ചാടിയിട്ട് ഓടിപ്പോയാലോ നോക്കുമ്പോ താഴെ കിണറാണ്. കിണറ്റിൽ വെള്ളമുണ്ട് നമുക്കില്ല, പൊട്ട കിണറാണ്. അപ്പൊ അയാൾക്ക് മുകളില് കയറാനും പറ്റുന്നില്ല, താഴെ വീഴാനും പറ്റുന്നില്ല. പിന്നെ അതിൽ നോക്കുമ്പോ വിഷപ്പാമ്പുകള് ആ കിണറ്റിനുള്ളിൽ കുറെ അങ്ങോട്ട് ഞെളിഞ്ഞ് നടക്കുന്നു. താഴെ വീഴാനും പറ്റില്ല, കാരണം വീണ അതിന് ഇരയാകും. എന്തായിരിക്കും അവസ്ഥ? ഇനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് അവസ്ഥ. ആന മരത്തിൽ പിടിച്ച് ഉലുക്കാണ്, ഇയാൾ കൊമ്പിൽ നിന്ന് തൂങ്ങിയിരിക്കുകയാണ്, താഴെ വിഷപ്പാമ്പുകളുള്ള കിണറുമാണ്, മുകളില് രണ്ട് എലികൾ ഇയാൾ കൊമ്പിനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊമ്പ് പൊട്ടിയാലും വീഴും, വീണില്ലെങ്കിലും വീഴും. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു തേനീച്ചകൾ വന്നയാളെ കൊത്തുകയാണ്. തേനീച്ചകള് വന്നയാളെ കൊത്തുകയാണ്. ഇതിന്റെ ഇടയ്ക്കൂടെ അവിടെ ഒരു ഭഗവാന്റെ ചിത്രം. എന്താണ്? ഭഗവാൻ വിളിക്കാണ്, എന്താണ്? ആഹ്വാനം ചെയ്യാണ്, നാമം ചൊല്ലാൻ. ഇവൻ ചെയ്തിട്ട് തന്നെയുള്ളൂ. ഇനി ഇത്രയും ബുദ്ധിമുട്ട് നാമം ചൊല്ലിയേ ഇരിക്കുള്ളൂ. ഭഗവാൻ ഇത്രയും ഒരു ബുദ്ധിമുട്ട് കൊടുത്തിട്ട് നാമം ചൊല്ലാൻ പറയുക. അപ്പൊ നമ്മുടെ കാലം നമ്മളെ വിരട്ടുകയാണ്. ആന പറയുന്നത് എന്താ? ദ ടൈം. കാലം നമ്മളെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മൾ ഓടുകയല്ലേ? കാലം എന്ന് പറയുന്ന ആന വിരട്ടുമ്പോ നമ്മള് സ്വപ്നത്തിൽ ആന വരട്ടി ആരെങ്കിലും ഓടാതിരുന്നിട്ടുണ്ടോ? ഇത് സ്വപ്നമാണ് എന്ന് വിചാരിച്ച് എത്ര പേര് ഓടാതിരുന്നിട്ടുണ്ട് ആന വരട്ടുമ്പോ? സ്വപ്നത്തിൽ സ്വപ്നം സത്യമല്ലേ? ആണോ? സ്വപ്നത്തിൽ സ്വപ്നം സത്യമാണോ? സ്വപ്നാണോ? സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓടിയിരിക്കും. അപ്പൊ ഓടും. അങ്ങനെ ഓടുന്ന സമയം അതേപോലെ ഈ കാലം നമ്മളെ വിരട്ടുമ്പോ, കാലം എന്താണ്? ഈ രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി, ഇങ്ങനെ നമ്മൾ വിരട്ടുകയാണ്. നമ്മൾ ഇതിനെല്ലാം ഓടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ രാവിലെ എണീച്ച് വന്ന് ജോലിക്ക് പോകണം, അല്ലേ? എന്നിട്ട് വൈകുന്നേരം ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ വീണ്ടും ഓടും. അപ്പോ നമ്മളെ പുഷ് ചെയ്യുന്ന എന്താ? കാലമാണ് നമ്മളെ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കർമ്മം ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? പ്രകൃതിയെ ക്രിയമാണി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇത് മന്യത്. ഭഗവാൻ പറയുന്നു, ഈ കാലവും ഈ ഗുണവും, സത്വരജോ തമോ ഗുണങ്ങളും കാലവും ചേർന്നിട്ടാണ് നമ്മളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ മൂഢന്മാർ എന്ത് ചെയ്യുന്നു? ഞാൻ ആത്മാവല്ല, ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ ഓട്ടത്തിന്, ഈ കാലം നമ്മളെ വിരട്ടുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാ ഓടുന്നത്? എവിടേക്കാ ഓടുന്നത്? എന്ത് പിടിക്കാനാ ഓടുന്നത്? ചില ആൾക്കാർ രാവിലെ ഓടുന്ന കണ്ടാ അറിയാം, എന്തോ വെട്ടിപ്പിടിക്കാൻ പോണ പോലെയാണ്. പക്ഷെ വൈകുന്നേരം എന്താ പറയാ, കാറ്റ് പോയ പന്ത് പോലെ തിരിച്ചു വരും, അല്ലേ? രാവിലെ ഇങ്ങനെ പോണ സ്പീഡൊന്നും വൈകിട്ടുണ്ടാവില്ല. അപ്പോ നമ്മളെ ഒരു പ്രഷർ കൊടുത്ത് നമ്മളെ കാര്യം ചെയ്യിപ്പിക്കാം. നമ്മൾ ആരും സ്വതന്ത്രരല്ല. ടൈം ഈസ് പുഷിങ് യു ടു ഡു സംതിങ്. കാലം നിങ്ങളെ ചെയ്യിക്കും. പക്ഷെ മണ്ടനായ നമ്മൾ എന്താ വിചാരിക്കും? ഞാൻ ചെയ്യാണ്, കേമനാണ്, ഞാൻ വലിയ ആളാണ്, കാരണം ഞാനാണ് ചെയ്യുന്നില്ല. കർത്താഹം ഇത് മന്യത്, ഞാനാണ് എല്ലാം ചെയ്യുന്നുള്ള തെറ്റിദ്ധാരണയിൽ അഹങ്കരിച്ചു പോകണം. അവൻ മൂഢാത്മാ. എന്നെ കാലമാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് ബോധം പോലും അവനില്ല. അപ്പൊ ഗ്രഹം അന്ധകൂപം. ഈ കുടുംബം എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണറാണ്. ഇവിടെ പാമ്പുകളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ? പാമ്പുകളാണ്. വീട്ടിലുള്ള എല്ലാം പാമ്പുകളാണ്. ഞാൻ പറഞ്ഞല്ല, ഭാഗവത്തിലാണ് പറയുന്നത്. പിന്നെ ആരും എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഈ പറയുന്ന സത്യം, ഈ മഹാഭാരതത്തിലുള്ളതും ഭാഗവത്തിലുള്ളതും സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കണം. ഏത് കണ്ണ്? അഹക്കണ്ണ് തുറന്ന് നോക്കണം. ഈ പുണ്ണായിട്ട കണ്ണാണ്. ഇപ്പൊ നമ്മുടെ ഈ ശരീരത്തിലുള്ള കണ്ണ് എന്താണ്? അതിന്റെ പേര് കണ്ണല്ല, അത്ര പുണ്ണ്. പുണ്ണ് പറഞ്ഞാൽ എന്താ? വ്രണം. പുണ്ണെന്ന് പറഞ്ഞാൽ വ്രണം. വ്രണത്തിന് എന്താ സ്വഭാവം? ചൊറിയാൻ പറയും നമ്മളടുത്തല്ലേ?
വ്രണത്തിനൊരു സ്വഭാവമല്ലേ? വ്രണം വന്നാൽ ചൊറിയാൻ പറയും, സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൊറിയും, പിന്നെ രക്തം വീണ്ടും വരിക. ഇതാണ് ഇന്ദ്രിയ സുഖത്തിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത്. ഇവിടെ ഈ ഭൂമിയിലും നമ്മളെ ഈ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് തുറന്നിട്ട് കാര്യമില്ല. ഉള്ളില് ജ്ഞാനക്കണ്ണ് തുറക്കണം. ഞാൻ ആരാണ്, ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ആരും എനിക്ക് വേണ്ടപ്പെട്ടവർ ആരുമില്ല, ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവർ പോലെ അഭിനയിക്കുകയാണ്, ഇവർ ആരും എൻ്റേതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അഹക്കണ്ണുണ്ട്. അതിൻ്റെ അർത്ഥം ശത്രുത ഉണ്ടാക്കുക, വീട്ടിലെല്ലാവരും ശത്രുത ഉണ്ടാക്കുക, തല്ലുപിടി ഉണ്ടാക്കുക എന്നതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി സ്വസ്ഥമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പ്രവർത്തിക്കാൻ പഠിക്കണം. മറ്റാരോടും വെറുതെ ആവശ്യമില്ലാതെ വഴക്കിടേണ്ട ആവശ്യമില്ല. ഇവരുടെ സഹായം കൂടെ വേണം. എന്തിനാ ഇത് ചെയ്തു തീർക്കണം? ഈ പാമ്പുകളുടെ സഹായം, ഈ വീട്ടുകാരുടെ സഹായം വേണ്ടത് നമുക്ക് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവരെ സഹായം വേണം. ഇവരെ സഹായം കൂടിത്തേ തീരും. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതാണ് യോഗ കർമ്മസ് കൗശലം. ഭഗവാൻ എന്താ പറയുന്നത്? ഈ പാമ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നീ ഭക്തനാവണമെങ്കിൽ അതിനൊരു കല വേണം, യോഗം. അതിനാണ് കൗശല ബുദ്ധി വേണം. നിനക്ക് നല്ല ബുദ്ധി വേണം. പ്രഹ്ലാദൻ ഈ അധ്യായത്തിൽ അതാ പറയുന്നത്. ഇത്രയും അച്ഛനെ പോലെ ഒരു മൂർഖന്റെ മധ്യത്തിൽ ഭക്തനായിരിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഉറങ്ങാത്തവർക്ക് വേണ്ടി ക്ലാസ് എടുക്കണം. ഞാൻ ഉറങ്ങുന്നവർക്ക് വേണ്ടി പാട്ടും പാടണം. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഗ്രഹം അന്ധകൂപം. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു പൊട്ടക്കിണറാണ്. എന്തുകൊണ്ടാണ് പൊട്ടക്കിണറ്? അതിൽ വെള്ളമില്ല. എന്തില്ല? വെള്ളമില്ല. വെള്ളമില്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്നേഹമില്ല. ആ വീട്ടിൽ ആർക്കും പരസ്പരം സ്നേഹമില്ല. എന്താ സ്നേഹമില്ലാതെ പോയത്? അവരുടെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അവർ തള്ളി പറയും. എത്ര പേർക്ക് അനുഭവമുണ്ട്? എല്ലാവർക്കും ഉണ്ട്. ഞാൻ ജയിച്ചു. സത്യമാണ്. അവിടെ ഉള്ളിൽ വെള്ളമില്ല. ആരും പരസ്പരം ഇവര് കൃഷ്ണഭക്തരാവണം, അവര് കൃഷ്ണന്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഭാര്യ ഭർത്താവ് ഭക്തനാവെന്ന് ആഗ്രഹിക്കുന്നില്ല, ഭർത്താവ് ഭാര്യ ഭക്തയാവെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സ്നേഹമില്ലായ്മ എന്ന് പറയുന്നത്. കാണിക്കുന്ന സ്നേഹമൊക്കെ ഒരു വേഷമാണ് തിരിച്ചറിയണം. കാരണം അവർക്ക് അത് ആവശ്യമാണ് നമ്മളെ. അതുകൊണ്ട് ഒരാൾക്ക് സ്നേഹം കാണിക്കും. എപ്പോൾ സ്നേഹം കാണിക്കും? അവര് പറഞ്ഞ് നമ്മൾ അനുസരിക്കുമ്പോൾ മാത്രം. ധിക്കരിക്കുമ്പോൾ കാണിക്കോ? നമുക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ അവർ പറഞ്ഞ ഒരു അനുസരണം ഇല്ലായിരുന്നു നമുക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടോ? അവർ പറഞ്ഞ അനുസരിച്ച 10 അനുസരിച്ച 1 അവർ തരും. അപ്പൊ 10% നമുക്ക്
കൊടുത്താൽ കിട്ടുള്ളൂ. 100 കൊടുത്താൽ എത്ര കിട്ടും? 100 ഒന്നും കിട്ടില്ല, 10 കിട്ടും. കണക്കിൽ ജീവിക്കണം നമ്മളെല്ലാവരും. 10 കിട്ടുള്ളൂ. പക്ഷെ 100 കൊടുക്കണം, 10 കൊടുത്താൽ എത്ര കിട്ടും? 1. അപ്പോഴും കണക്ക് അവർക്ക് കറക്റ്റാണ്, കണക്ക് അവർ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ ഇതുകൊണ്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറാണ്, പക്ഷെ അവര് പാമ്പുകളെ പോലെയാണ്. എന്തുകൊണ്ടാണ്? യുധിഷ്ഠിര മഹാരാജൻ പറയാണ്, അവർക്ക് സ്വാർത്ഥഗതി എന്ന് പറയുന്ന വിഷമാണ്. എന്ത് ഗതി? സ്വാർത്ഥഗതി. എൻ്റെ ആവശ്യങ്ങൾ ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി നിന്റെ എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. ആർക്കും തൻ്റെ ആഗ്രഹമില്ലാതെ മറ്റവരെ സേവിക്കാൻ ആരുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്, ഒരു 100 വർഷത്തിന് മുമ്പൊക്കെ. അത് ഗതികേട് കൊണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. അനുസരണയായെന്ന് പറഞ്ഞാൽ അത് ഒരു ആവശ്യമായിരുന്നു. ഇപ്പൊ എന്താണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൂടുതലല്ലേ, പണ്ടത്തെ പോലെയല്ല. അപ്പോ അന്ന് ഈ അനുസരണ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? പ്രതീക്ഷയുടെ പുറത്താണ്. പ്രതീക്ഷയുടെ പുറത്ത് മാത്രമേ അനുസരണയുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഈ സ്വാർത്ഥഗതി എന്ന് പറയുന്ന വിഷം കൊണ്ട് വിഷപ്പാമ്പുകളാണ്. ഇതൊന്ന് പരിശോധിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് ഈ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞവർക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. ഇത് അനുഭവിക്കണം. ഇത് നല്ലതാണ് ഒരു കണക്കിന്. ഈ ദുഃഖങ്ങൾ നല്ലതാണ്. എന്തിനാണ്? ആത്മീയത്തിന് ഗുണം ചെയ്യും. നമുക്കിവരെ വിട്ടുപിരിയണ്ടേ, അല്ലേ? ഇവരെ വിട്ടുപിരിയണമെങ്കിൽ വേണം, പക്ഷെ മനസ്സിലാവണം. പക്ഷെ അവരോട് കുറ്റം പറയുന്ന കാര്യമുണ്ടോ? അവരങ്ങനെയല്ലേ, അത് അംഗീകരിക്കുക, അവരെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. ഇതിൽ മോചനം വേണമെന്നുള്ള ആൾക്കാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ അത് ഭക്തനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും, പക്ഷെ നമ്മൾ തോറ്റുപോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജയിക്കണ്ടേ? അവര് തോറ്റാൽ അവരുടെ തലയെഴുത്ത്. പക്ഷെ നമ്മൾ ജയിക്കണ്ടേ? എന്താണ് നമ്മൾ ജയിക്കുക പറഞ്ഞാൽ ഇത്രയും ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നമ്മൾ ഭക്തരായി ജീവിക്കുക. ചിലപ്പോൾ ആ ഭക്തി മാർഗത്തിലും ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. ഭഗവാൻ എന്താ മഹാപ്രഭു നാരദര് പറയുന്നു, എന്താ പറയാ, തെക്വാ ശരണാംബുജം ഹരേ. അതായത് നമ്മൾ എന്ത് തന്നെ കഷ്ടപ്പെട്ട് ഭഗവാന്റെ തൃപാദങ്ങൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറവുകളുണ്ടെങ്കിലും നമുക്ക് നഷ്ടമില്ല. പക്ഷെ അതേസമയം ഒരു ഭൗതികവാദി എന്ത് വലിയ നേട്ടം നേടിയാലും 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താലും അയാൾ എന്ത് നേടിയെന്നാ ചോദിക്കുന്നത്. ഒരു ചോദ്യമാണ്. തെക്വാ സ്വധർമ്മം ശരണാംബുജം ഹരേ. സ്വധർമ്മം പറഞ്ഞാൽ എന്താണ്? ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും തൃപ്തിപ്പെടുത്തുക എന്നൊരു സംഭവമുണ്ട്. അതാണ് സ്വധർമ്മം. എന്നുവെച്ചാൽ ആ കുടുംബത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അവരെല്ലാം തൃപ്തിപ്പെടുത്താൻ ഒരു തലയെഴുത്ത് നമുക്കുണ്ട്. അതവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നന്ദി ഉണ്ടാവോ? ഇത്രയും കഷ്ടപ്പെട്ട ആളാണ് എന്ന് വിചാരിച്ച് അതൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ വൈരാഗ്യത്തിന് കാരണമാവേണ്ടത്. ഇവരുടെ ഈ ഉദാസീനം, ആ കുടുംബത്തിൽ മറ്റവർ നമ്മളെ ഉദാസീനം കാണിക്കുന്നത്, നമ്മളെ ശ്രദ്ധിക്കാത്തത്, സ്നേഹിക്കാത്തത്, ഇതെല്ലാം ആത്മീയത്തെ മുതൽക്കൂട്ടാക്കാൻ പഠിക്കണം സാധു. എന്തോ ഒരു ചാലഞ്ച് അല്ലേ നമ്മുടെ മുമ്പിൽ. നമ്മുടെ മുമ്പിൽ ഭഗവാൻ വെക്കുന്ന എന്താണ്? ഈ കുടുംബത്തിൽ എല്ലാവരും നമ്മളെ സുഖമായിട്ട് മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മൾ ഭഗവാനെ മറന്നു പോകും, അല്ലേ? എന്താ ഹരിദാസ് പ്രഭു ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഭക്തിക്ക് അനുകൂലമാണത്ര ഇത്. വീട്ടിലെ പ്രതികൂല സാഹചര്യം ഭക്തിക്ക് അനുകൂലമാണ്. ആരോടും പറയുന്നത് കേട്ടോ, ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളിൽ സന്തോഷിക്കാം. ആഹാ, ഭഗവാൻ എന്നെ സഹായിക്കുന്നുണ്ട്. കാരണം വീട്ടില് ഒരുപാട് സ്നേഹമുണ്ടാ, നമുക്ക് അതിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഭഗവാനെ മറന്നുപോകും. അതുകൊണ്ട് ഭഗവാൻ കാരുണ്യമായിട്ട് പ്രശ്നത്തിന്റെ രൂപത്തിലേ നമുക്ക് വരും. എന്തിനാണ്? നമ്മളെല്ലാം ഉപേക്ഷിക്കാൻ ഒരു ഒരുക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് കൃഷ്ണനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അവരോട് ഇരിക്കല ഭേദം, അടി കൂടാതെ, അല്ലേ? കൃഷ്ണനെ വേണ്ട എന്നുണ്ടെങ്കിൽ ബെറ്റർ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. അതാണ് നല്ലത്. തമ്മിൽ ഭേദം അതാണ്. പക്ഷെ അങ്ങനെയല്ല, കൃഷ്ണനെ വേണമെന്നാണെങ്കിലോ നമുക്കത് മുതൽക്കൂട്ടാണ്.
കുടുംബത്തിലെ പ്രശ്നങ്ങള്, സ്നേഹമില്ലായ്മ, ഇതൊക്കെ മനസ്സിൽ വൈരാഗ്യം വളർത്താൻ വേണ്ടിയിട്ട് ഉതകുന്നതാണ്. അങ്ങനെയാണ് ഭക്തൻ. പ്രഹ്ലാദന് എത്ര പ്രശ്നം വന്ന, അച്ഛനായിരുന്നു പ്രശ്നക്കാരൻ, അമ്മാവനായിരുന്നു കൃഷ്ണന്റെ പ്രശ്നക്കാരൻ. നമ്മുടെ വീട്ടിലും അമ്മാവനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, ഹിരണ്യകശിപ്പുകളും അല്ലെ, താടകയൊക്കെ. അപ്പോ ഇവരെല്ലാം നമുക്ക് ഭക്തിക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അവരുടെ ആ ഒരു ഭക്തിയില്ലായ്മ അടക്കം നമ്മുടെ ഭക്തി ഗുണകരമാക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ക്രിയാത്മക ബുദ്ധി, പോസിറ്റീവ് തിങ്കിങ്. അല്ലാതെ എനിക്ക് കുടുംബത്തിൽ സാഹചര്യമില്ല, എനിക്ക് ആ പ്രശ്നം ഈ പ്രശ്നം, ഞാൻ ജപിക്കില്ല, സത്സംഗത്തിന് വരില്ല, ഇതൊക്കെ മണ്ടന്റെ സ്വഭാവമാണ്. ഒരു മണ്ടനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. എന്താണ്? പ്രശ്നത്തിനെ ചൊല്ലി വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മണ്ടനാണ്. വൈരാഗ്യശാലി എന്ന് പറഞ്ഞാൽ അതിന്ന് പുറത്തു ചാടി തന്റെ ആത്മീക നിലപാട് ഉറപ്പിച്ച് കൃഷ്ണസേവനം ചെയ്യുന്നതാണ് ഭക്തൻ. അവർക്ക് ആ പ്രശ്നങ്ങളെല്ലാം എന്തായിരിക്കും? സ്വാദ് പതേ പതേ. അവന്റെ കൃഷ്ണഭക്തിക്ക് സ്വാദ് കൂട്ടുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പൊ അന്ധകൂപം എന്ന് പറഞ്ഞ് ശരിയല്ലേ? പക്ഷെ അത് നമുക്ക് ഉപകരിക്കാൻ പഠിക്കണം. ആത്മീയമായിട്ട് നമുക്ക് ഉപകാരപ്പെടാൻ പഠിക്കണം. അതിൽ നമ്മൾ വീണ് നശിച്ചു പോകരുത്. കൃഷ്ണഭക്തന്മാർക്ക് എല്ലാം അനുകൂലമാണ്. അനുകൂലമെന്നില്ല. അനുകൂലമായാലും പ്രതികൂലമായാലും അത് അനുകൂലം തന്നെയാണ്. കൃഷ്ണഭക്തിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നത് ശ്രവണ കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് പുരുഷാർപ്പിതം വിഷ്ണു ഭക്തി നവലക്ഷണം. ഈ 9 ലക്ഷണങ്ങളാണ് ഭക്തിയില്. നവലക്ഷണം പ്രഹ്ലാദൻ പറഞ്ഞു ഈ 9 ലക്ഷണങ്ങളാണ് ഭക്തിയുടെ. ഈ ഭക്തിയുടെ ഈ 9 ലക്ഷണം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം അനുകൂലമാണ്. ഏത്? ഈ പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള അവസ്ഥകളാണ്. കാരണം ക്രിയതേ ഭഗവതി അധ്യാം തന്മായ ദിദാം ഉത്തമം. ഇത് ഉത്തമമായിട്ടുള്ള ഒരു ഭക്തി മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ഉപകാരപ്പെടും. പ്രഹ്ലാദൻ പിന്നെയും പറയുന്നുണ്ട്, ഈ കുടുംബത്തിലെ ആൾക്കാർ എന്താ ചെയ്യണത്? അതാണ് പറയുന്നത് 7.5.30 മദിർന കൃഷ്ണ പരധ സ്വാധോവാം മിതോ വിഭത്യതേ ഗൃഹവർത്തമാനാം അദാന്ത ഗോപിർ വിശദാം തസ്മൈ തമിശ്രം പുനഃപുനശ്ചാർവിതചാർവനാനാം. ഈ കുടുംബത്തിലെ ആൾക്കാർ എന്താ ചെയ്യണത്? അരച്ച മാവ് തന്നെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. കുടുംബത്തിലെ ആൾക്കാർ എന്താ ചെയ്യാം? ആഹാരനിദ്ര ഭയമേറ്റണം, ആഹാരനിദ്ര ഭയമേറ്റണം, ആഹാരനിദ്ര ഭയമേറ്റണം. ഈ അരച്ച മാവിന് തന്നെ അരച്ചുകൊണ്ടിരിക്കുക. ചവച്ച മറ്റേ കരിമ്പിനെ തന്നെ വീണ്ടും ചവയ്ക്കുക. ഈ ഭൗതിക ലോകത്തില് കരിമ്പിനെ ചവച്ചാൽ ആദ്യം മധുരം കിട്ടും, പിന്നെ കുറയും, അല്ലേ? ഈ ഭൗതിക സുഖങ്ങളെല്ലാം അങ്ങനെയാണ്. ആദ്യം വലിയ മധുരം തോന്നും, പിന്നെ അത് കുറഞ്ഞ് പിന്നെ തുപ്പാൻ തോന്നും. ഇതാണ് അരച്ച പുനഃ എന്ന് വെച്ചാൽ വീണ്ടും, പുനഃ വീണ്ടും. ചാർവിത അരച്ചത് ചാർവനാണ്, അരച്ചുകൊണ്ടിരിക്കുക. ഒരു പുതുമയില്ല. കൃഷ്ണഭക്തിയിൽ എത്ര പുതുമയുണ്ട്. പക്ഷെ അതൊന്നും ആർക്ക് വേണ്ട? ഈ മണ്ടന് വേണ്ട. ആരാണ്? ഗ്രഹത്തിൽ ജീവിക്കുന്ന, അന്ധകൂപത്തിൽ ജീവിക്കുന്ന മണ്ടുകം പറഞ്ഞാൽ എന്താ? തവള. ആ തവളയ്ക്ക് ഒരിക്കലും ഈ അരച്ച മാവിനെ അരച്ചിട്ടും ഒരു മടുപ്പ് തോന്നില്ല. വലിയ കഴിവാണ് കേട്ടോ. ഈ കഴിവ് ആർജിക്കാതെ കുടുംബത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഏത്? അരച്ച മാവിനെ അരയ്ക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പുതിയത് ചോദിച്ചാൽ അടി കിട്ടും, പഴയ തന്നെ അരയ്ക്കണം. ആഹാരം നിദ്ര അരച്ചുകൊണ്ടേ ഇരിക്കണം. അയത്തണം, മാവാട്ട. ഇങ്ങനെ മാവാട്ടി അവസാനം ഈ 4ൽ കൂടുതൽ ഒന്നും കിട്ടൂല. അതാണ് അരച്ച മാവിനെ പുനഃ ചാർവിത ചാർവണം. അവർക്ക് ഒന്നുമേ പുതുമയില്ല. എല്ലാം വീണ്ടും അതാണ്. കണ്ട മുഖം, കേട്ട മുഖം ഒക്കെ തന്നെയാണ്. പക്ഷെ പുതുമയും ഭഗവാനെ പറയുന്നത് നവനവ യൗവനം ച. ഭഗവാൻ എന്താണ്? നവനവ യൗവനം. ഭഗവാൻ എപ്പോഴും യൗവനക്കാരനാണ്. നവം. ഭഗവാന്റെ ഭക്തി നവമാണ്. ഇന്ന് ജപിച്ചാലും നാളെ ജപിച്ചാലും ഇന്നലെ ഞാൻ ജപിച്ചതാണ്, പഴയതായി പോയി, കുറച്ച് പുളിപ്പുണ്ട് ഈ നാമത്തിന് പറയാൻ പറ്റുമോ? നവനവ യൗവനം. അത് ഭഗവാന്റെ നാമം, ഭഗവാനൊക്കെ പുതുമയുള്ളതാണ്. അത്
അപ്പൊ ഈ മണ്ടന് എന്ത് മനസ്സിലാവുന്നില്ല, ഈ മണ്ഡൂകത്തിന് എന്ത് മനസ്സിലാവുന്നില്ല? ഈ ഭക്തി ഏറ്റവും അമൃതാണ്, സ്വാദാണ്, ജീവാത്മാവിന്റെ എന്താണ് ഭക്ഷണമാണ്. ഏത് ഭക്തി? ജീവാത്മാവിന്റെ ഭക്ഷണമാണ് ഈ ഭക്തി. ബാക്കിയുള്ള ഭക്ഷണങ്ങളെല്ലാം എന്താണ്? അത് ഈ ശരീരത്തിനുള്ളതാണ്, ഭൗതിക ലോകത്തിലുള്ള ഈ ശരീരത്തിനുള്ള ഭക്ഷണമാണ്. പക്ഷെ ആത്മാവിന്റെ ഭക്ഷണം എന്താണ്? ഭക്തി മാർഗമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറയുന്നു, അത് പ്രഹ്ലാദൻ നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രഹ്ലാദനെ പോലെ കുടുംബത്തിൽ ജീവിക്കാൻ പഠിക്കണം. പ്രഹ്ലാദൻ ഒരിക്കൽ പോലും അച്ഛനെ കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ ഭക്തിക്ക് തടസ്സം എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളും പറയരുത്, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നമുക്ക് ഭക്തിക്ക് തടസ്സമാണെന്ന് പറയരുത്. വലിയ അബദ്ധമാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭക്തി നിൽക്കാൻ പഠിക്കണം. അപ്പോ ഈ എന്താ പറയാ, ബ്ലെയിം എക്സ്ക്യൂസ് എന്ന് പറയും. നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ മറ്റവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ, ഇല്ലേ? അതിൻ്റെ അകത്തൊരാളില്ല. നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കാൻ ഞാനല്ല, അത് വേറെ ഒരാളാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ നമ്മളെല്ലാം മിടുക്കന്മാരാണ്. അത് പാടില്ല, ഭക്തിയിൽ അത് പാടില്ല. അതായത് നമ്മൾ ചെയ്യാതിരിക്കാൻ കാരണം നമ്മൾ മാത്രമാണ്, വേറെ ആരും കാരണക്കാരല്ല. നമ്മൾ ജപിക്കാതിരിക്കാനോ ഭഗവാനെ സേവിക്കാതിരിക്കാനോ ആശ്രയിക്കാതിരിക്കാനോ കാരണം നമ്മുടെ വീട്ടിലുള്ളവർ ആരുമില്ല. നായം ജനമേ സുഖദുഃഖം ചെയ്തു, അവരാരും നല്ല കാരണം. പരമമനഃകാരണം എന്ത്? നമ്മുടെ മനസ്സാണ് കാരണം. മനസ്സല്ലാതെ എന്ത് കാരണമാ എവിടെ അന്വേഷിച്ചാൽ കിട്ടുന്നു? ഒരു കാരണമില്ല. പക്ഷെ എന്നാലും നമ്മൾ കാരണം കണ്ടെത്തും. അതിന്റെ പേര് കാരണം പറഞ്ഞാൽ തല്ലുപടിയും കൂടും. അവസാനം ഇതെന്താ ബ്ലെയിം എക്സ്ക്യൂസ്. മറ്റവരെ നമ്മൾ ബ്ലെയിം ചെയ്ത് നമ്മുടെ എക്സ്ക്യൂസ് പിടിക്കുക. ഞാൻ അല്ലെങ്കിൽ ചെയ്തേനെ, ഇപ്പോ എന്റെ വീട്ടിൽ അവർ സഹായിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ അത് പ്രഹ്ലാദനെ പോലെ ആയേനെ. ഇവൻ ഹിരണ്യകശിപുവാണ്. പ്രഹ്ലാദനെ പോലെ എപ്പോ ആവാന്? പക്ഷെ പറയും, വാചകത്തിൽ മിടുക്കാണ്. ഞാൻ ഭക്തരാവാതിരിക്കാൻ ഇന്ന കാരണമാണ് കണ്ടുപിടിക്കാൻ. കാരണം കണ്ടെത്താൻ സമയം പാഴാക്കുന്നതിനേക്കാളും ആ പാഴാക്കുന്ന സമയം കൊണ്ട് ജപിച്ചിരുന്നല്ലോ ഭക്തനാവും. അപ്പൊ കാരണം എവിടെയാ? നമ്മളിൽ തന്നെയാണ്. ചുറ്റി തിരിച്ച് നോക്കുമ്പോൾ അവസാനം നമ്മൾ തന്നെ കാരണം, കുറ്റക്കാരൻ നമ്മൾ തന്നെ. അപ്പൊ കൃഷ്ണഭക്തിക്ക് വേണോ വേണ്ടോ തീരുമാനിക്കുകയും അത് ചെയ്യാനുള്ള വിൽ പവർ, ഇച്ഛാശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രഹ്ലാദനോട് പഠിക്കേണ്ടത്. പ്രഹ്ലാദനോട് നാരദമുനി പറയാണ്, പ്രഹ്ലാദൻ തന്നെ 5 വയസ്സ് ബാലകനായി ഉപദേശിക്കുന്നത്. നമ്മൾ 60 വയസ്സായിട്ട് നമുക്ക് ബുദ്ധിയില്ല. ഈ ശ്ലോകം മനസ്സിലാക്കുന്ന ബുദ്ധി നമുക്ക് വന്നിട്ടില്ല. എന്നാലോചിച്ച് നമുക്ക് അല്ലേ? പ്രഹ്ലാദൻ 5 വയസ്സില് ഈ ശ്ലോകം പറയുകയാണ്. നമുക്ക് 50 വയസ്സ് കൂടെ എല്ലാവർക്കും ഒന്ന് തോന്നണ്ടേ? അയ്യോ, പ്രഹ്ലാദൻ 5 വയസ്സിൽ മനസ്സിലായത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഹരേ കൃഷ്ണ, ശരീരമാണ് നമുക്ക് കിട്ടിയ ശിക്ഷ. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് കൃഷ്ണഭക്തി. അല്ലാതെ ഒരു മാർഗം ഇനി സെക്കൻഡ് ഇല്ല. രണ്ടാമതൊരു മാർഗം കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗം പറഞ്ഞ് നോക്കിയിട്ട് അതിലൊന്നും പരിഹാരമില്ല. ഏക പരിഹാരം കൃഷ്ണഭക്തിയാണ്. അപ്പൊ നാരദമുനി നമുക്ക് പറയുന്ന ഒരു മാർഗം ഇതാണ്. അപ്പോ ഹിരണ്യകശിപുവിനെ പോലെ സ്വാർത്ഥഗതിയുള്ള ആൾക്കാരുടെ മധ്യത്തിൽ എങ്ങനെ ഭക്തരായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചോദ്യങ്ങൾ?